കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. മരിച്ചിട്ടും വേർപിരിയാത്ത ആത്മബന്ധം. സുഹൃത്ത് സായിദിന്റെ ഖബറിനടുത്തെത്തി എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന നടത്തി ആത്മസുഹൃത്ത് കൂടിയായ മോഹനൻ സിനിമയടക്കം ഇറക്കി ജാതിമത വിദ്വേഷ പ്രചരണത്തിന് ആക്കം കൂട്ടുന്നവർക്ക് മുൻപിൽ മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ കേരള സ്റ്റോറി കൂടിയാവുകയാണ് ഇവരുടെ ബന്ധം. കാളികാവ് വെണ്ണേക്കോടൻ സായിദും ആലുക്കൽ മോഹനനും ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സോടെ ജീവിച്ചവർ. 2 വർഷം മുൻപ് പൊടുന്നനെയാണ് സായിദിന്റെ മരണം. ഇന്നും ഖബറിടത്തിലെത്തി പ്രാർത്ഥിച്ചും സംസാരിച്ചും ആത്മനിർവൃതി തേടുകയാണ് ഈ ഉറ്റ ചെങ്ങാതി. ബന്ധങ്ങൾ താൽക്കാലികമായി മാറുന്ന ഇക്കാലത്ത് മനുഷ്യത്വത്തിന്റെ വിശാലമായ മൂല്യങ്ങൾ കൂടി പകരുന്നതാണ് മോഹനന്റെ ജീവിതം. ഉറ്റ സുഹൃത്തിനെ മരണത്തിനും വിട്ടുകൊടുക്കാത്ത ഹൃദയബന്ധം. സായിദിനോടുള്ള സൗഹൃദ ബന്ധം മോഹനൻ ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നത് ഇങ്ങനെയാണ്. മരണപ്പെട്ട് 2 വർഷമായെങ്കിലും പിരിയാത്ത ബന്ധം. ഓരോ ആഴ്ചയിലും ഖബറിനരികിലെത്തി മോഹനൻ പുതുക്കും. ഞങ്ങള് ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, കൂട്ടുകാരായി. അങ്ങനെ പ്രായമായപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. മരിക്കുന്ന അന്നും കൂടെ ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞ് ഓൻ പള്ളിക്കേക്കും ഞാൻ വീട്ടിലേക്കും പോകുന്നതാണ്. പിന്നെ രാത്രി ഞങ്ങൾ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയെന്നുള്ളതാണ് അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്നും ഉച്ച സമയത്ത് ഞങ്ങളവിടെ അവൻ്റെ കെട്ടിടത്തിൻ്റെ വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിൻ്റെ അവിടെ സംസാരിച്ചിരിക്കലുണ്ട്. അപ്പം ഇപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥന ഞങ്ങൾ സംസാരിക്കുന്ന അതേമാതിരി തന്നെ അവൻ മറുപടി പറയുന്നതും എനിക്ക് പറയാനുള്ളത് ഞാൻ അവൻ്റെ കവറിങ്ങ പോയി പറയും. അവന് പറയാനുള്ളത് അതിന് മറുപടി ആയിട്ട് പറയുന്ന മാതിരി എനിക്ക് തോന്നും. അപ്പോൾ അതുവരും അത് മുടക്കിയിട്ടില്ല, മുടക്കാൻ ആഗ്രഹിക്കണമില്ല. കാളികാവ് വലിയ പള്ളി ഖബർസ്ഥാനിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മോഹനനെത്തും. പിന്നീട് ജീവിച്ചിരിക്കുന്നപ്പോഴുള്ളതുപോലെ തന്റെ കൂട്ടുകാരൻ സായിദിനോട് മോഹനൻ കുറെ സംസാരിക്കും. അറ്റുപോവാത്ത ഹൃദയബന്ധവുമായി ഖബറിടത്തിലെത്തുന്ന മോഹനൻ മതവിശ്വാസങ്ങൾക്കപ്പുറം സ്നേഹത്തിന്റെ ആഴമാണ് അടയാളപ്പെടുത്തുന്നത്. കാളികാവിലെ സായിദും മോഹനനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ച സൗഹൃദ ബന്ധം. ഒരിക്കലും പിരിയാതെ സൂക്ഷിച്ച ബന്ധമാണ് സായിദിന്റെ വിടവാങ്ങലിന് ശേഷവും മോഹനൻ കാത്തു സൂക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ആളുകളുടെ തിരക്കെത്തും മുൻപ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രാർത്ഥിച്ചു മടങ്ങുന്നതാണ് മോഹനന്റെ പതിവ് രീതി. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉറ്റ ചെങ്ങാതിയുടെ ഖബറിടം പുല്ലുപറിച്ചും അടിച്ചുവാരി വൃത്തിയാക്കിയും കുറെ സമയം ചെലവഴിക്കും. സായിദിന്റെ ഖബറിടത്തിൽ കണ്ണീർ വാർത്ത് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന മോഹനനെ ആദ്യം കണ്ടവരും അമ്പരന്നു. മരിച്ചുകഴിഞ്ഞാൽ ഉറ്റവർ വരെ സന്ദർശിക്കുന്നത് കുറഞ്ഞുവരുന്ന കാലത്താണ് സുഹൃത്തുമായുള്ള ആത്മബന്ധം കൈവിടാതെയുള്ള മോഹനന്റെ സന്ദർശനം. ഇങ്ങനെ ചില ആഴ്ചകളിൽ 1-ലധികം തവണ പള്ളിക്കാട്ടിലെത്തിയതായും മോഹനൻ പറയുന്നു. സുഹൃത്തിന്റെ വിടവാങ്ങൽ മോഹനന് നികത്താൻ കഴിയാത്ത ഒരു വിടവാണ് സൃഷ്ടിച്ചത്. അതിന് പരിഹാരമെന്ന നിലയിലാണ് ഖബറിട സന്ദർശനവും പ്രാർത്ഥനയും. ന്യൂസ് ബ്യൂറോ, കാളികാവ്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.